സത്യഭാമേ സത്യഭാമേ, സൗന്ദര്യത്തിന്റെ മഹാറാണി സത്യഭാമേ, യാതൊരു ഉളുപ്പുമില്ലേ സത്യഭാമേ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ആൾക്കാരെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് പ്രായവും കാര്യങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് പക്വതയും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒന്നില്ലേ നിങ്ങൾ വലിയ കലാമണ്ഡലം സത്യഭാമ എന്നും പറഞ്ഞ് നടക്കുന്നവരല്ലേ? നിങ്ങൾക്ക് ഇജാതി ഊളത്തരം ഈ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയാൻ യാതൊരു നാണമില്ലേ? ചാലക്കുടിയിലുള്ള ഏതോ ചാലക്കുടിയിലുള്ള ഒരാളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് നാണമില്ല. ആ പറയുന്നത് ആരെയാണെന്ന് വ്യക്തമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്ന RLV രാമകൃഷ്ണനെ കുറിച്ചാണെന്നുള്ള കാര്യം എന്താണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. കറുത്ത നിറം എന്ന് നിങ്ങൾ എടുത്തു പറഞ്ഞ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് കറുപ്പ്, എന്താണ് വെളുപ്പ്? നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചത്. നമുക്കെല്ലാവർക്കും നിറം തന്ന ദൈവമാണ്. കറുപ്പാണ് വലിയ അല്ലെന്നെങ്കിൽ വെളുപ്പാണ് വലിയ സൗന്ദര്യം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കറുപ്പാണ് സൗന്ദര്യ കുറവെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും വന്ന്? നിങ്ങളെന്തൊരു ഊളത്തരമാണ് പറയുന്നത്. അത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് സൗന്ദര്യമുള്ളവർ കളിക്കേണ്ട, മോഹിനി കളിക്കേണ്ടതാണ്. എന്ത് മോഹിനിയാട്ടം അല്ല, മോഹനം കളിക്കേണ്ടതല്ല. എവിടെ പറഞ്ഞിരിക്കുന്നു ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് വെളുത്ത ആൾക്കാർ മാത്രം കളിക്കേണ്ടതാണ് എന്ന്? കറുത്ത ആൾക്കാർക്ക് ഒന്ന് കളിച്ചാൽ എന്താ പൊങ്ങത്തില്ലേ? നിങ്ങൾക്ക് മാത്രമേ ഇതെല്ലാം ആവത്തുള്ളൂ. കറുപ്പ് നിറമുള്ള ആൾക്കാർ, കറുപ്പ് അതായത് ഒരാളെ പച്ചയ്ക്ക് നിറം പറഞ്ഞ് അധിക്ഷേപിക്കുക എന്തൊരവസ്ഥയാണ്? നിങ്ങൾ ഞാൻ ആ ഒരു ക്ലിപ്പ് ഞാൻ സൈഡിൽ നോക്കാം, നിങ്ങളത് കേട്ടു നോക്ക്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇതിനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. കേട്ടില്ലേ? സത്യം പറഞ്ഞാൽ എന്തൊരു ഊളത്തരമാണ് ഇവർ ഈ വന്നിരുന്ന് പറയുന്നത്. ഒരാളെ കുറിച്ച് ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് കറുത്ത നിറമുള്ളവൻ കളിക്കേണ്ടതല്ല മോഹിനിയാട്ടം, അത് സൗന്ദര്യമുള്ള വെളുത്ത ആൾക്കാർ മാത്രം കളിക്കേണ്ടതാണ് മോഹിനിയാട്ടം. നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ മോഹിനി എന്ന് പറയുന്നത് നമുക്കറിയാം. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വിഷ്ണുവിന്റെ അവതാരം ആണ് മോഹിനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരാണിന്റെ അവതാരമല്ലേ ഈ മോഹിനി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിന്റെ അവതാരമല്ലേ ഈ മോഹിനി എന്ന് പറയുന്നവര്? മോഹിനി അപ്പോൾ ഈ പെണ്ണുകൾ മാത്രം കളിക്കുന്ന സംഭവമാണോ മോഹിനിയാട്ടം? ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ച് മാത്രം പറയാണ് കേട്ടോ. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. അതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താണ് വിഷ്ണുവിന്റെ അവതാരമാണ് മോഹിനി എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞത്. കാക്കയെ പോലുള്ള കറുത്ത നിറമുള്ള ആൾക്കാർ കളിക്കണ്ട, പച്ചയ്ക്ക് ആക്ഷേപിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം ഈ RLV രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കുറേ ഡിഗ്രികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ മണിച്ചേട്ടൻ ഒരുപാട് എന്താണ് ഈ നിറത്തിന്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. കലാമണിച്ചേട്ടൻ പല സദസ്സിൽ ഈ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് സദസ്സിൽ മണിച്ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിറത്തിന്റെ പേരിൽ പച്ചയ്ക്ക് അധിക്ഷേപിച്ച ആൾക്കാരെ കുറിച്ചൊക്കെ മണിച്ചേട്ടൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവരടുത്ത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ചാലക്കുടിയിലെ ഏതോ ചാലക്കുടിയിലുള്ള മോഹിനിയാട്ടം കളിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരാൾ ഈ RLV രാമകൃഷ്ണൻ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ കുറച്ച് പുട്ടി അടിച്ചു വന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് കുറെ പ്രായമാണ്. നിങ്ങൾക്ക് സത്യം പറയാൻ എന്തായാലും 10-40 വയസ്സുള്ള മക്കളൊക്കെ കാണുമല്ലോ. അപ്പൊ അവരടുത്ത് ചോദ്യം ഇങ്ങനെ ഈ എന്താണ് സമൂഹത്തിന്റെ മുമ്പ് വന്നിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിന്റെ മുമ്പ് വന്നിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയെന്ന് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കും. അവർക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ ഉളിപ്പായിരിക്കും നിങ്ങളെ കൊണ്ട്. എന്നിട്ട് നിങ്ങൾ വരുന്ന ചോദിക്കുന്ന മാധ്യമങ്ങളോടൊക്കെ നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ പറയും ഞാൻ ഏതോ ഒരാളെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ അയാളെ കുറിച്ചല്ല പറഞ്ഞത്. എല്ലാ ആൾക്കാർക്കും വ്യക്തമാണ് നിങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ന്യൂസുകാർ വന്ന് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടു നോക്ക്. കാക്കയുടെ നിറമുള്ള ആൾ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ ഈ കാലത്ത് പറയാൻ പാടുള്ളതാണോ? പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും ദുഃഖം അനുഭവിച്ചും എന്റെ കലാലോകം തന്നെ ഇല്ലാണ്ടാക്കിയ ഒരു വ്യക്തിയെ ഞാൻ പിന്നെ എങ്ങനെ പറയണം? എന്റെ തൊഴിലിനെ എന്റെ കഞ്ഞുകുടി മുട്ടിച്ചിട്ടുള്ള ഒരു കലാകാരനെ ഞാൻ പിന്നെ എങ്ങനെ പറയണം?
അതൊക്കെ നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സത്യഭാമ തന്നെ താങ്കൾ തന്നെ പറയുന്നു. പക്ഷേ ഈ ഭാഷ എങ്ങനെ സ്വീകാര്യമാകും ഈ കാലത്ത് 2024 വർഷത്തിൽ? ഞാൻ പറഞ്ഞതും ഞാൻ പല ഇന്റർവ്യൂസിന് ഇനി ഞാൻ കൊടുക്കാൻ പോണല്ലേ ഉള്ളൂ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇനിയും ഇങ്ങനെ പറയും. കാക്കയുടെ നിറമുള്ള ആളെന്നും കണ്ടാൽ പെറ്റതള്ള സഹിക്കാത്ത ആളെന്നും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ ഇത്ര പൊള്ളണം? നിങ്ങൾക്ക് എന്താ ഇത്ര പൊള്ളണത്? ഞങ്ങളും അത് പൊള്ളും. കറുത്ത മനുഷ്യരെ കുറിച്ച് കണ്ടാൽ നിങ്ങളുടെ കാഴ്ചയിൽ സൗന്ദര്യമില്ലെന്ന് തോന്നുന്ന ആളുകളെ കുറിച്ച് ഇത്രയും മോശം ഭാഷയിൽ സംസാരിച്ചാൽ മനുഷ്യത്വമുള്ള മനുഷ്യന്റെ പൊന്നമ്മച്ചി, അമ്മച്ചിയെ തന്നെ വിളിക്കാതിരിക്കാൻ വേറെ നിർവാഹമില്ല കേട്ടോ. കാര്യം ഇങ്ങനൊക്കെ നിറത്തിന്റെ പേരിൽ ഇപ്പോഴും വർണ്ണവിവേചനം ഒക്കെ കൊണ്ട് നടക്കുന്ന നിങ്ങളെയൊക്കെ അമ്മച്ചി എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല. അമ്മച്ചി തന്നെ വിളിക്കാൻ പാടില്ല. പക്ഷേ പറയട്ടെ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കും. കാര്യം കാലങ്ങൾ മാറിപ്പോയി, ഇപ്പൊ ജനറേഷൻ മാറി. ഇനിയുള്ള പിള്ളേരുടെ അടുത്ത് കറുപ്പെന്നോ വെളുപ്പെന്നോ ഒക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോതയ്ക്ക് നോക്കി തുപ്പും കേട്ടോ. പറയാതിരിക്കാൻ വയ്യാത്തതിന്റെ പേര് മാത്രമാണ് അവസ്ഥ.